ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ഇന്നലെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലും മറ്റുള്ള ചാനലുകാരെല്ലാം പരമാവധി CEEയുടെ ഈ ഒരു തീരുമാനം, എഞ്ചിനീയറിംഗ് തേർഡ് ഫേസിൻ്റെ പ്രോസസ്സ് എന്തുകൊണ്ട് പൊടുന്നനെ സ്റ്റാർട്ട് ചെയ്യുന്നു, മെഡിക്കൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുൻപ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഒരുപാട് സീറ്റുകൾ വേക്കൻ്റായിട്ട് കിടക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതികളൊക്കെ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടോ ഒരു പോസിറ്റീവ് ന്യൂസാണ് ഇന്ന് രാവിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ CEയുടെ ഒരു നോട്ടിഫിക്കേഷൻ കൂടെ ഇന്നലെ രാത്രി ഏകദേശം പാതിരയോടടുത്ത് കാണണം വന്നിട്ടുണ്ട്. ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 24/8 എന്നാണ്. അതായത് ഇന്നലെ പാതിരാത്രിയോടുകൂടെ ആവണമെന്നാണ് എൻ്റെ ഒരു ഗസ്സ്. ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് കണ്ടത്. അതിനകത്ത് നമ്മൾ വിചാരിക്കും സാധാരണ നോട്ടിഫിക്കേഷനാണ് എന്ന് ആദ്യമൊക്കെ വായിച്ച് നോക്കുമ്പോൾ അവർ കുറേയൊക്കെ എംഫസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് സേവ് മാത്രമല്ല, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം, നിങ്ങളുടെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് പോലെയല്ല എന്നൊക്കെ പറഞ്ഞ് അവരത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടുവേർഡ്സ് ദ എൻഡ് ഈ നോട്ടിഫിക്കേഷൻ്റെ അവസാനത്തെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ് പ്രധാനമായിട്ടും ഒരു ഹൈലൈറ്റ്. അത് പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നത്. ഇവർ വ്യക്തമാക്കുകയാണ് ഇത്തവണ ഈ നോട്ടിഫിക്കേഷനിൽ മെഡിക്കൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് എൻജിനീയറിംഗ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കില്ല. അതായത് രണ്ട് വഞ്ചിയിലും കാല് കുത്തുന്ന പരിപാടി ഇത്തവണ നടക്കില്ല എന്നർത്ഥം. വിച്ച് ഇൻ എ വേ ഈസ് എക്സ്ട്രീംലി പോസിറ്റീവ് ന്യൂസ്. ഫൈനലി അവർക്കൊരു സെൻസ് ഉണ്ടായി. ഒരുപക്ഷേ ഈ കുട്ടികളുടെ പരാതികളൊക്കെ കണ്ടിട്ടുണ്ടാവണം അവരത് ഒരു നോട്ടിഫിക്കേഷൻ എന്ന മുഖേന പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? 26-ാം തീയതി വൈകുന്നേരമാണ് ഈ മെഡിക്കൽ കോഴ്സുകളിലേക്കും എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുമുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന സമയം. 11:59 PM ഓൺ 26th. 27-ാം തീയതി മെഡിക്കലിൻ്റെ താൽക്കാലിക അലോട്ട്മെൻറ്റ് വരും. 28-ാം തീയതി എഞ്ചിനീയറിംഗിൻ്റെ താൽക്കാലിക അലോട്ട്മെൻറ്റ് വരും. 29-ാം തീയതിയാണ് രണ്ടിൻ്റെയും ഫൈനൽ അലോട്ട്മെൻറ്റിൻ്റെ സ്കെഡ്യൂൾ പുറപ്പെടുവിക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ ഒരു കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം, തൃശ്ശൂർ അങ്ങനെയൊക്കെ വെച്ചിരിക്കും. ഏതെങ്കിലും കുട്ടികൾ എഞ്ചിനീയറിംഗ് അലോട്ട്മെൻറ്റും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് കരുതുക. ഈ കുട്ടിക്ക് ഏതെങ്കിലും ഒരു മെഡിക്കൽ സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 28-ാം തീയതി വരുന്ന എഞ്ചിനീയറിംഗ് അലോട്ട്മെൻറ്റിൽ ആ കുട്ടിയുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കും. അതായത് ആ കുട്ടിക്ക് അലോട്ട്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ മെഡിക്കൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഫേസ് 3 അലോട്ട്മെൻറ്റ് വരിക എന്നുള്ള ഒരു എഫക്റ്റ് തന്നെയാണ് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. ദാറ്റ്സ് വൈ ഐ എം സേയിങ് ഇറ്റ് ഈസ് എ ഗുഡ് ന്യൂസ്. അപ്പോൾ നമുക്ക് ഒരുപാട് ആശങ്കകൾ വേണ്ട എന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അത് പ്രത്യേകം എല്ലാവരും നോട്ട് ചെയ്യണം. കാരണം ഈ നോട്ടിഫിക്കേഷൻ്റെ തുടക്കത്തിലെല്ലാം അവർ ഡൂസ് ആൻഡ് ഡോൺസ്, എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം, ഇതിനെ പറ്റിയിട്ട് അങ്ങനെ സംസാരിച്ചത് അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. പക്ഷേ ഈ അവസാനത്തെ പാരഗ്രാഫിലാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൃത്യമായിട്ട് അവർ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ 22-ാം തീയതി വന്ന നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ബഹളവും ഇത്രയും ആവലാതികളൊന്നും ഉണ്ടാവില്ല. എന്തു തന്നെയായാലും ലെറ്റ് us ലുക്ക് ഫോർവേഡ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോലെ തന്നെ ലാസ്റ്റ് റാങ്ക് താഴത്തേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ആ പ്രതീക്ഷ ഒരുപാട് കളയേണ്ടതായിട്ടില്ല. പയ്യെ തേർഡ് ഫേസിൽ ഏകദേശം നല്ലൊരു ഇൻഡിക്കേഷൻ നമ്മൾക്കത് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പോട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ ഒരു റാങ്കിനനുസരിച്ച് കാര്യങ്ങൾ വരുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷ. താങ്ക് യു.